ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നേ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇന്നൊരു ചിക്കൻ വെച്ചിട്ട് റെസിപ്പി ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ചെയ്തതാണ് ചട്ടി ചിക്കൻ. അതിന് നമ്മളെ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് അതിൽ മസാലയെല്ലാം പുരട്ടി അതിനെ ഇച്ചിരി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നോർമൽ മീൻ ചട്ടി ഉണ്ടല്ലോ, ഞാൻ എടുത്തിട്ട് കറുത്തിട്ടുള്ള മീൻ ചട്ടിയാണ്. മീൻ ചട്ടിയിൽ ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് ചിക്കനൊക്കെ പറക്കി വെച്ച് അതൊക്കെ നല്ലപോലെ മുരിച്ചങ്ങ് എടുക്കുവാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് ചിക്കനൊക്കെ നമ്മൾ മാറ്റി വയ്ക്കും. ഈ സമയം കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ സവാള എടുത്തിട്ട് നോർമൽ പ്രൊസീജിയറാണ്, റോസ്റ്റ് പോലെ ചെയ്യുന്നതാണ്. സവാള എടുത്തിട്ട് കച്ചകാന്ന് അരിഞ്ഞ് വയ്ക്കും. അപ്പോൾ ഈ സവാളയിലുണ്ടല്ലോ, ഞാൻ വാങ്ങിച്ചത് ഈജിപ്ഷ്യൻ സവാളയാണ്. അപ്പോൾ സവാളയ്ക്കാണെങ്കിൽ വേറൊരു ഷേപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഇത് ഞാൻ ഈ ചിക്കനിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇടുന്നതാണ്. എനിക്ക് ഈ ചിക്കൻ ഇങ്ങനെ തിരിച്ചിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തോ വലിയൊരു കാര്യം ചെയ്യണ പോലെയാണ് തോന്നുന്നത്, പൊടിയാതൊക്കെ ചിക്കൻ നമ്മൾ മുട്ടയൊക്കെ തിരിച്ചിടുന്നത്. അങ്ങനെ ഞാൻ അതെല്ലാം ചെയ്തിട്ട് ഈ സവാള വെളുത്തുള്ളീനെ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ എന്താണ് ഈ ചിക്കൻ ഇങ്ങനെ തിരിച്ചിടുമ്പോഴത്തേക്കൊക്കെ അതിലെ മസാല നമ്മൾ ഈ തവിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കില്ലേ, അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്ത ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ ഈ സവാള എല്ലാം കൂടെ ഇട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ വഴറ്റി സവാള നല്ല പേസ്റ്റ് പോലെ ആക്കി, നല്ല പേസ്റ്റെല്ലാം നല്ലപോലെ വഴറ്റി അങ്ങ് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ചെടുത്ത് എൻ്റെ വയറ്റിലാക്കിയിട്ട് ബാക്കിയിരിക്കുന്ന ചിക്കൻ ചട്ടിയിലാക്കി ഒന്നും കൂടെ നല്ലപോലെ ഇളക്കാണ്. മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, വെള്ളം ചേർക്കാതെ അടച്ച് വയ്ക്കുവാണ്. ഈ അടച്ച് വയ്ക്കുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ അടച്ച് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഈ നോർമലായിട്ട്, പിന്നെ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ അറിയാമല്ലോ, ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നു, അത് തനിയെ കുക്ക്ഡ് ആവുന്നു. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ മസാലകളൊക്കെ അതിൽ തന്നെ നിൽക്കും. ആ സ്മെല്ല് നല്ലപോലെ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ 5 മിനിറ്റ് അടച്ചെല്ലാം വെച്ച് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്ക് ഇങ്ങനെ ആകാംക്ഷ കാരണം തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്നുണ്ട്, നല്ല മണം ഉണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ആ ചട്ടിയിൽ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നമുക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇതാണ് ലാസ്റ്റ് റിസൾട്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഫസ്റ്റ് എന്തായാലും ട്രൈ ചെയ്യണം എല്ലാവരും.